എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനേ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ. അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം ചെയ്ത വലിയ ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഈ ആണ്ടിൻ്റെ അവസാന ദിവസത്തേക്ക് കടന്നു വരികയാണ്. ഈ 31-ാമത്തെ ദിവസം, ഡിസംബർ 31. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ആമേൻ സ്തോത്രം ദിവസങ്ങളിലൊക്കെ മാസങ്ങളിലൊക്കെ നമ്മെ പരിപാലിച്ച ഒരു സ്വർഗം നമ്മുടെ നടുവിൽ ഇന്ന് പകൽക്കാലമുണ്ട്. ആമേൻ. ഒത്തിരി യുദ്ധങ്ങളിൽ കൂടെ നമ്മൾ കടന്ന് ആമേൻ 2025 അവസാനത്തെ ദിവസം എത്തിയിരിക്കുകയാണ്. ഒത്തിരി ആമേൻ ബുദ്ധിമുട്ടുകളും വേദനകളും രോഗങ്ങളും കടക്കെണികളും പ്രയാസങ്ങളും ആമേൻ എല്ലാം പുറകെ തള്ളിക്കൊണ്ട് ഒരു യുദ്ധക്കളത്തിൽ ജയിച്ച് ആമേൻ ജയാളിയായി നിൽക്കുന്നത് പോലെ ഡിസംബർ 31 ആമേൻ ഹല്ലേലൂയ ചില മണിക്കൂർ കഴിയുമ്പോൾ ആമേൻ 26ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ കഴിഞ്ഞ ഒരു വർഷം ആമേൻ എൻ്റെ ശബ്ദം കേട്ട എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ടും ഫേസ്ബുക്ക് വഴിയും ആമേൻ യൂട്യൂബ് ചാനൽ വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയെല്ലാം എന്നെ ശ്രദ്ധിക്കുന്ന ആമേൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആമേൻ സ്തോത്രം എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന പിന്നെയും ചോദിക്കുകയാണ്. ആമേൻ. ഇതിനേക്കാൾ ശക്തമായി 26-ൽ ദൈവം ഉപയോഗിക്കേണ്ടതിനായി, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾക്കായി നിർത്തേണ്ടതിനായി പിന്നെയും നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസ്ഥയിലായിരിക്കാമല്ലോ. കർത്താവിൻ്റെ വലിയ മഹത്വം നമ്മുടെ മധ്യേ വെളിപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അല്പനിമിഷം ഇന്ന് പകൽക്കാലം ചിന്തയ്ക്കായി ഈ വർഷത്തിൻ്റെ അവസാന മണിക്കൂറിലേക്ക് നമ്മൾ വരുമ്പോൾ ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പിന്നെയും സംസാരിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആമേൻ. സ്തോത്രം. ആമേൻ. പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായം. ആമേൻ. സ്തോത്രം. അതിൻ്റെ 11-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. മോശ കൈ ഉയർത്തിയപ്പോൾ ഇസ്രായേൽ ജയം, കൈ താഴ്ത്തുമ്പോൾ അമാലേക്കർ ജയിക്കും. സ്തോത്രം. നമുക്കറിയാം ഇത് എൽമയിൽ വച്ച് ജനങ്ങൾ വെള്ളത്തിനായി പിറുപിറുത്തു. 5-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അമാലേക്കർ തോൽക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ആമേൻ. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചു കേട്ട തിരുവചനം ഇങ്ങനെയാണ്: മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിടുമ്പോൾ അമാലേക്കർ ജയിക്കും. സ്തോത്രം. 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. നമുക്കറിയാം മോശ തൻ്റെ ജനവുമായി യാത്ര ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് താൻ കൊണ്ടുവരുമ്പോൾ
ആമേൻ, അവർ കുടിപ്പാൻ വെള്ളം തീരെ ആമേൻ കയ്പ് ആമേൻ എന്ന് ഒരിക്കലും അവർക്ക് വെള്ളം കുടിക്കാൻ കിട്ടാത്ത രീതിയിൽ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആ ഒരു അവസ്ഥ, അവർക്ക് കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത, അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ ഒന്നും കൊടുക്കാൻ വെള്ളമില്ലാതെ അവരായിരിക്കുന്ന സമയത്ത് ആമേൻ അവരുടെ ജീവിതത്തിനകത്ത് ആമേൻ വലിയ ആമേൻ ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടുവാനിടയായി. അപ്പോൾ തന്നെ ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, സീനായി മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് യഹോവയുടെ കൽപ്പനപ്രകാരം ആമേൻ ചെയ്ത ആമേൻ പ്രമാണങ്ങൾ, പ്രൈസ് ദി ലോർഡ്, അവരെല്ലാവരും എന്ത് ചെയ്തറിയാമോ? ഇതൊക്കെ പാലിച്ച് മുമ്പിലോട്ട് വരുമ്പോൾ തന്നെ ആമേൻ രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തീരെ ആമേൻ പ്രൈസ് ദി ലോർഡ് തിരികെ എന്ന് കൽപ്പിച്ചു. സ്തോത്രം. ആമേൻ പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിനെ കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. സ്തോത്രം. നോക്കിക്കേ, ജനത്തിന് അവിടെ വച്ച് നന്നായി ദാഹിച്ചതുകൊണ്ടും ജനം മോശയുടെ നേരെ പിറുപിറുത്തതും ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഈ ജനത്തെ മിസ്രൈമിൽ നിന്ന് മോശ കൊണ്ടുവരുമ്പോൾ, ദൈവമക്കളെ, 2025 പ്രാരംഭം മുതൽ നമ്മെ പിന്തുടർന്ന ഒത്തിരി ശക്തികളുണ്ടായിരുന്നു. മാനുഷ്യമായ ശക്തികൾ, ആമേൻ, രക്തബന്ധമെന്ന ശക്തികൾ, ആത്മീക ബന്ധങ്ങളെന്ന ശക്തികൾ തകർത്ത് കളയുവാൻ, ഉടച്ചു കളയുവാൻ, ഒരിക്കലും മുന്നേറില്ല, ഒരിക്കലും ഈ 2025 നീ പൂർത്തീകരിക്കത്തില്ല വെല്ലുവിളിച്ച് എവിടെയൊക്കെ നമ്മെ താഴ്ത്തിക്കെട്ടാൻ നോക്കുമോ അവിടെയെല്ലാം നമ്മെ താഴ്ത്തിക്കെട്ടാൻ, എവിടെയൊക്കെ നമ്മുടെ തല കുനിപ്പിക്കാൻ അവർ ആഗ്രഹിച്ചുവോ അവിടെയൊക്കെ തല കുനിപ്പിക്കാൻ, സ്തോത്രം, എവിടെയെല്ലാം അവർ തോൽവി ആഗ്രഹിച്ചുവോ അവിടെയെല്ലാം നമ്മൾ തോറ്റു കാണുവാൻ ആഗ്രഹിച്ച ഒരു വർഷമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞവരൊന്നും 25 അവസാന മണിക്കൂറിൽ കാണാൻ കഴിയാതെ പലരും പല നിലയിലും ഭൂമിയിൽ നിന്ന് ദൈവം എടുത്തു കളഞ്ഞു. സ്തോത്രം. നോക്കിയ 4-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: മോശ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? ഈ ജനത്തെ ഞാൻ എന്ത് ചെയ്യണം? ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? അവർ എന്നെ കല്ലെറിയുവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുക. 1-2 പേരെ കുഴപ്പമില്ല, നമുക്ക് തടുക്കാൻ നോക്കുക. 30 ലക്ഷം ജനം കിടക്കുക. ആമേൻ. ഇത് ഈ വർഷത്തിൻ്റെ പ്രാരംഭം മുതലേ ഇവരിങ്ങനെ നമ്മൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നോക്കിക്കേ, യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച് വടി കയ്യിൽ എടുത്ത് ജനത്തിൻ്റെ മുൻപാകെ കടന്നു പോവുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും. സ്തോത്രം. നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണെ മോശ അങ്ങനെ ചെയ്തു. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ കലഹ നിമിത്തം യഹോവ ഞങ്ങളോട് ഇടയിലുണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്ക നിമിത്തം അവൻ ആ സ്ഥലത്ത്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുത്തി. കണ്ടോ, ദൈവം എന്തെന്നറിയാമോ? ആ സ്ഥലത്ത് എവിടെയാണോ ദൈവത്തെ ജനം പരീക്ഷിച്ചത്, പ്രൈസ് ദി ലോർഡ്, മെരീബ എന്ന കലഹം എന്നും പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ സ്ഥലത്ത് ദൈവം ഉണ്ടോ? പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലേ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം ഉണ്ടോ? ദൈവം ഉണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ലല്ലോ. ദൈവം ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? ദൈവം ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കൂ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ദൈവത്തെ പരീക്ഷിക്കുക. ഒരാൾ നടന്നു പോയപ്പോൾ തലയുണ്ടോ എന്ന് തപ്പി നോക്കിയതുപോലെയാ. ഒരാൾ നടന്നു പോയപ്പോൾ ഒരാൾ പറഞ്ഞക്ക് തലയില്ലാന്ന്.
അപ്പോൾ അദ്ദേഹം ആമേൻ തല ഉണ്ടോ എന്ന് സ്വന്തം കൈ കൊണ്ട് ഒന്ന് തപ്പി നോക്കിയെന്നാ പറയുന്നത്. സ്തോത്രം. അങ്ങനെയുള്ള മനുഷ്യൻ, അതാണ് വചനം പറയുന്ന മൂഢനായ മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ആമേൻ. മൂഢൻ എന്തു പറയുന്നു? ദൈവമില്ല എന്ന് പറയുന്നു. എന്നാൽ നോയിക്കേ, ആമേൻ. സ്തോത്രം. എരുമേയിൽ വച്ച് ആമേൻ ആമേൻ അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ ആമേൻ യോശുവയോടും നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് ആമേൻ അമാലേക്കിനോട് യുദ്ധം ചെയ്യുക, ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിക്കും കൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. നോയിക്കേ, അപ്പോ ഒരു യുദ്ധത്തിന് മോശയോട് ദൈവം പറഞ്ഞതുപോലെ ഇന്ന് പകലിൽ നിന്റെ കൈ ഉയർന്നിരുന്നാൽ താഴ്വര വിടുതല. ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, 11-ാം വാക്യം നമ്മൾ വായിച്ച കുറുവാക്യം. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ നോക്കൂ 12-ാം വാക്യം. എന്നാൽ മോശയുടെ കൈ ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ല് എടുത്ത് വച്ച് അവൻ അതിന്മേൽ ആമേൻ ഇരുന്ന് അഹരോനും കൂരും ഓരോരുത്തൻ ഇടത്തും ഒരുത്തനും ആമേൻ അപ്പുറത്തും അപ്പുറത്തും നിന്ന് അവൻ്റെ കൈ താങ്ങി. ആമേൻ. അങ്ങനെ അവൻ്റെ കൈ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, സൂര്യൻ അസ്തമിക്കും വരെ ആമേൻ ഉറച്ചു നിന്നു. കൈ ഉയർത്തി നിർത്തിയില്ലേ ദൈവം? ഈ ആണ്ടിൻ്റെ പ്രാരംഭം മുതൽ നിന്റെ കരത്തെ താങ്ങി നിർത്തിയ ആമേൻ ചിലരുണ്ട്. ഇന്ന് പകൽക്കാലം, പ്രൈസ് ദി ലോർഡ്, എല്ലാവരും അല്ല കേട്ടോ, ചിലർ നിന്റെ കഷ്ടതയിൽ, നിന്റെ വേദനയിൽ, നിന്റെ നിന്ദയിൽ ചിലർ നിന്റെ കയ്യെ താങ്ങി നിർത്തി. ആമേൻ. ചിലർ നിന്റെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങളിലേക്ക് ഇറങ്ങി വന്നത് വെറുതെ ദൈവം അറിയാതെ വന്നതൊന്നുമല്ല, ദൈവം പറഞ്ഞു തന്നെയാണ് ചിലര് വന്നത്. സ്തോത്രം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, അമാലേക്യരെ തോൽപ്പിച്ച്, സ്തോത്രം, യുദ്ധം ജനം ജയിച്ചു. ഇന്ന് പകൽ ഒരു ജയത്തിൻ്റെ ആമേൻ വർഷമായിരുന്നു 25. ചില വേദനകളും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ആമേൻ അമാലേക്കിന്റെ മുമ്പിൽ ഒരു വലിയ ജയം മോശയ്ക്ക് ദൈവം നൽകി. ആമേൻ. അഹരോനും കൂരും കൈയെ താങ്ങി നിർത്തുവാൻ ആമേൻ മോശയോട് നടുവിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പകലിൽ ദൈവപൈതലേ, ആമേൻ, നിന്റെ ഉയർച്ച കാണാൻ വിടില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നിന്ന അന്ധകാരത്തിന്റെ മേഖലകളെ സ്വർഗം അബദ്ധമാക്കി ഒരു വലിയ നിയോഗത്തിന്റെ ശുശ്രൂഷ വെളിപ്പെട്ടതുപോലെ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരോട് ഒരു ആലോചന പറയട്ടെ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മോശ ഈ വിടുതൽ കിട്ടിയപ്പോൾ ആമേൻ മോശ അവിടെ നിന്ന് വെറുതെ പൊടി തട്ടി പോയില്ല കേട്ടോ. പുസ്തകം എന്ന് പറയണമെന്നറിയാമോ? ആമേൻ. സ്തോത്രം. 15-ാമത്തെ വാക്യം പറയുന്നു, പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിൽ യഹോവ നിസി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. കണ്ടോ, ഈ വർഷം പുതിയ വർഷത്തിൽ എന്തെന്നറിയാമോ? നമുക്ക് തരുന്ന പേര് അറിയാമോ? പുതിയ വർഷത്തിലെ പേര്, പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. ഇന്ന് പകൽക്കാലം പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന തൊട്ട് മുൻപ് പരിശുദ്ധാത്മ പറയുന്നു, ദൈവം നിന്റെ നിസിയാണ്, ദൈവം നിന്റെ ജയത്തിന്റെ കൊടിയാണ്. ഇന്ന് വരെ നടത്തിയ ഒരു ദൈവം ഇന്നും നടത്തുവാൻ ശക്തനായ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. 25-ന്റെ അവസാനം 31 ഡിസംബർ 31 ഞങ്ങൾക്ക് പ്രവേശിപ്പാൻ സ്വർഗമിടയാക്കി. ചില മിനിറ്റ് കഴിയുമ്പോൾ പുതിയ വർഷത്തിലേക്ക് വരുന്നല്ലോ കർത്താവേ. ദൈവം ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം, അത്ഭുതങ്ങളെ ചെയ്യണം. ഞങ്ങളുടെ എല്ലാ ചാനലുകളെയും സ്വർഗം അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാരെയും മാനിച്ചതിനായി സ്തോത്രം. ആമേ. കർത്താവിന് കൃപ കൊണ്ട് പിന്നെയും പൊതിയണം. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും അങ്ങ് ഏൽപ്പിച്ച എല്ലാ ശുശ്രൂഷകളും
പിന്നെയും ഞങ്ങൾക്ക് വിശ്വസ്തയോടെ ചെയ്യുവാൻ ഞങ്ങളെ ബലപ്പെടുത്തും. കൃപയിൽ പൊതിയും യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.